പ്രിയപ്പെട്ടവരെ നമസ്കാരം. ലോക ചാപ്റ്റർ 2 അനൗൺസ് ചെയ്തിരിക്കുകയാണല്ലോ. അതിൻ്റെ ടീച്ചർ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വളരെ മനോഹരമായിട്ട് ആ 2 സൂപ്പർ സ്റ്റാറുകളും പെർഫോം ചെയ്തിട്ട് എന്തായിരിക്കാം ലോക 2-ൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യം വളരെ ക്രിസ്പ് ആൻഡ് കണ്ടിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു 3 മിനിറ്റോളം വരുന്ന വീഡിയോ. സൂപ്പർബ് എന്നേ പറയാനുള്ളൂ. അതിൻ്റെ ലോക ചാപ്റ്റർ 1 കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ലോക ചാപ്റ്റർ 1 ലാസ്റ്റ് സീനുകളിൽ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചും അപ്പോൾ അവിടെ വെച്ചിട്ടാണ് DQനെ നമ്മൾ ആ ഫിലിമിൽ കാണുന്നത്. അതേ ഒരു പിന്നെ വേഷഭൂഷാദികളോട് തന്നെയും ചാത്തനായാലും, അതായത് നമ്മുടെ ചാമിങ് മൈക്കിൾ ഇതല്ലേ വെൻ ലെജൻഡ്സ് ചിൽ എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടി വന്നിരിക്കുന്ന ലോക ചാപ്റ്റർ 2. അതിവിടെ നിന്ന് അവർ വേർപിരിയുന്ന ഒരു ടീസറാണ് കാണുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും എന്നുള്ള ഒരു സൂചനയോടുകൂടി. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. ടീച്ചറൊന്ന് കണ്ടു നോക്കിയിട്ട് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് പോകാം. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ക്രിസ്പ് ആൻഡ് കണ്ണിങ് ആയിട്ട് എന്തായിരിക്കാം വരുന്ന ഫിലിമിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ചില ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള, എന്നാൽ ചൂഴ്ന്ന് നോക്കിയാൽ മാത്രം നമുക്ക് ചിലതിലേക്ക് കണ്ടെത്തുന്ന ഒരു ഭാഗം വളരെ മനോഹരമായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. എടോ, എന്നെ ഇടയ്ക്കൊന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ. താല്പര്യമില്ല. എന്താ? നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ 6 ബോറൻ. ഞാൻ ബോറനോ? താനാടോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ. കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീ ആവണം. ഇത് വായിച്ചായിരുന്നോ? ബുക്ക് നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീരി മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ. തൻ്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലടോ? സത്യം പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. പറഞ്ഞായിരുന്നോ? പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലൻ്റാ. അറിയാം. മൂത്തോന് തന്നെയാണോ അവന് വേണ്ടത്? മൂത്തോൻ. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്. വരാന്ന് പറയടോ. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ. എനിക്കറിയാം താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. He will come, definitely he will come. Otherwise ചാപ്റ്റർ 2 ടീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? എന്തൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അതിലൂടെ വരാൻ സാധ്യതയുള്ള? എന്തായാലും ഒന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും പെർഫെക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. ചാപ്റ്റർ 2 ഈസ് ദ ചാപ്റ്റർ ഓഫ് ചാത്തൻസ്, ദ ചാമിങ് മൈക്കിൾ ആൻഡ് ഹിസ് 389 ബ്രദേഴ്സ് അല്ലേ. ഞാനും എൻ്റെ 389 സഹോദരന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ ഫിലിമിൽ തന്നെ ലോക ചാപ്റ്റർ 1 തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ 389 സഹോദരന്മാർ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇനി വരുന്നൊരു ചാത്തന്മാരുടെ ഒരു മാമാങ്കോ അല്ലെങ്കിൽ ഒരു ഇത് ടീച്ചർ അവസാനിക്കുമ്പം പിക്ചറിൻ്റെ ഒരു ഗ്രാഫിക്സിൽ കുറേയധികം ചാത്തന്മാർ പറന്ന് നടക്കുന്ന ഒരു
ഗ്രാഫിക് ഇത് കാണുന്നുണ്ട്. അത് ഒരു സൂചനയാണ്. ഫൈറ്റും മറ്റു കാര്യങ്ങളും ഒരുപക്ഷെ ചാപ്റ്റർ 2 ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് തോന്നുന്നു. ഇതിനകത്ത് വില്ലനായിട്ട് വരുന്ന ആളും ഒരു ചാത്തൻ തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഹിൻ്റാണ് തന്നിരിക്കുന്നത് അല്ലേ. അതായത് ടൊവിനോ മൈക്കിൾ പറയുന്നു, മൈക്കിളിൻ്റെ എൻ്റെ ചേട്ടൻ, ഞാൻ രസികനാണ്, എൻ്റെ ചേട്ടനൊരു റൂഡ് ക്യാരക്ടറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പിക്കാം ഈ സ്റ്റോറിയിലെ വില്ലൻ എന്ന് പറയുന്നത് ആ ഒരു ചാത്തനാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അവസാനത്തെ സമയത്ത് ഈ മൈക്കിളിൻ്റെ കഴുത്തിലൊക്കെ കുത്തിപ്പിടിച്ചിട്ട് വരുന്ന ആ ബിഗ് ബ്രദർ ആയിട്ടുള്ള ചാത്തൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ആ ഒരു പിക്ചറൈസേഷൻ നമുക്ക് ഭയം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണല്ലേ. ചാപ്റ്റർ 1 ഒരു പുസ്തകം, അതായത് ഇങ്ങനെ പറയുമ്പോൾ താനെ ഒന്ന് അടങ്ങുന്ന പറയുമ്പോൾ തൻ്റെ ആയുധമെടുക്കുന്ന ചാർലിയുടെ നേരെ ഒരു പുസ്തകം എടുത്തു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും കണ്ടിട്ടുള്ള പുസ്തകം ദേ ലീവ് എമംഗ് അസ്, അതായത് വിജയരാഘവൻ്റെ ക്യാരക്ടർ എഴുതിക്കൊണ്ടിരിക്കുന്നു, പെന്നൈമിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു പറയുന്ന ബുക്ക്. ആ ബുക്കിലെ ചാപ്റ്റർ 1 അവളായിരുന്നു, കളിയാങ്കാട്ടുന്നിലെ മൈ ഗേൾ. അയ്യോ, അതിനകത്ത് തന്നെ ഇത്തിരി ഒരു ചെറിയ ഒരു എന്താണ് ഓ മൈ ഗേൾ എന്നൊക്കെ പറയുമ്പോൾ അടി കിട്ടുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇച്ചിരി തമാശയുള്ള കാര്യമായിരുന്നു. ഇതിനകത്ത് മൈ ഗേൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ചാത്തനൊരു ഇളക്കം അല്ലേ. അപ്പോൾ പറയുന്നൊരു തൻ്റെ ചാപ്റ്ററും ഞാൻ വായിച്ചു. അപ്പോൾ അതിലൊരു ഹിൻ്റുണ്ട്, അതായത് ഒടിയന് വേണ്ടിയിട്ട് തന്നെ ഒരു ചാപ്റ്റർ വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഇടിക്കുന്ന ഇതായിട്ട് സൂപ്പർ ഇതായിട്ട് വരുന്ന ഒരു ചാപ്റ്റർ വരാനുണ്ട്. അതാണ് തൻ്റെ ചാപ്റ്റർ ഞാൻ വായിച്ചു. അതിനകത്തൊരു ട്വിസ്റ്റ് പറയുന്നത്, അതായത് 1945 ഇത്രയും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്ത് 2ാം ലോകമഹായുദ്ധത്തിൽ ലോകം മുഴുവൻ ഇത്രയും അധമനായിട്ടുള്ള ഒരു ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് സൂയിസൈഡ് ആയിരുന്നു എന്നുള്ളതാണ് നാം എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവുമായിട്ടൊരു ബങ്കറിൽ, കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു ബങ്കറിൽ സോഫയിൽ സ്വയം ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഭാര്യ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നാം എല്ലാം പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കില്ല. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് താനല്ലോടോ തട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. ഒടിയനാണ് ഹിറ്റ്ലറെ തട്ടിയെന്നുള്ളൊരു ട്വിസ്റ്റ് ഈ കഥയിൽ പറഞ്ഞിരിക്കുകയാണ്, ഒരു ഹിൻ്റ് തന്നിരിക്കുകയാണ്. പക്ഷേ ആ ഒരു ഹിൻറ്റിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കഥയാവാം, ഒരു പക്ഷേ ഇൻ്റർനാഷണൽ വിദേശത്ത് ഷൂട്ട് ചെയ്യുന്നൊരു കഥയാവാം. അപ്പോൾ ആ കളിയാങ്കാട്ടുനീലയുടെ സ്റ്റോറിക്കകത്ത് ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന പോലെ ഒടിയൻ്റെ കഥയ്ക്കകത്തും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചേട്ടനല്ലേ ഭയമില്ല എങ്കിലും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു എന്താ തീക്ഷ്ണമായ ഒരു വില്ലൻ ക്യാരക്ടർ ആയിരിക്കാൻ വരുന്നിട്ടുണ്ടാവുക. ഞാൻ സഹായത്തിന് വിളിച്ചാൽ താങ്കൾ വരും, അതായത് ചാത്തന് ഒടിയൻ്റെ സഹായം തീർച്ചയായിട്ടും വേണ്ടി വരും, അതായത് വിളിക്കും. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒടിയനെ ഒരു കാർഡിട്ട് വിളിക്കും. ആ കാർഡ് 2ആയിട്ട് വെട്ടുന്നുണ്ട്. കാർഡ് കാണുമ്പോൾ പറയും ക്യൂനിനെ ആണ് വെട്ടിയിരിക്കുന്നത് ഒടിയൻ. അപ്പോൾ അതിലെന്തോ ഒരു ഹിൻ്റ് കിടക്കുന്നുണ്ട്. നമ്മൾ പലരും പറയുന്നുണ്ട് ഇതിലെ വില്ലൻ ഒറിജിനലായിട്ടുള്ള ഈ ലോക സീരീസിലെ വില്ലൻ എന്ന് പറയുന്നത് പിന്നെ ഇഷ്താർ എന്ന് പറയുന്ന ഒരു ദേവനോ ദേവതയോ ആണ്. അപ്പോൾ ഈ ക്യൂവിനെ വെട്ടുക എന്ന് പറയുമ്പോൾ ആ ഒരു ദേവതയെ വെട്ടുന്നത് ഈ ഒടിയൻ ക്യാരക്ടറാണോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ സഹായത്തിന് വിളിച്ചാൽ വരുമോ എന്ന് ചോദിക്കുമ്പോൾ താൻ വിളിക്കൂ എന്നാണ്, അതായത് താൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരും എന്നുള്ളൊരു ഹിൻറ്റും അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ പറയുന്നുണ്ട് അവൻ ഭ്രാന്തനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വരാനിരിക്കുന്ന വില്ലൻ, പുറത്തിറങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറയുന്ന വില്ലൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് നീചനായ ഒരു കഥാപാത്രമായിരിക്കാം. അതിനൊരു ഇൻട്രൊഡക്ടറി ഫേസ് തന്നെ ഭയങ്കരമായിട്ട് നമുക്കൊരു ഹൊറിബിളായിട്ടുള്ളൊരു എൻട്രി ആണല്ലോ. തല കീഴായി കിടന്നുകൊണ്ട് കഴുത്തിലിങ്ങനെ കുത്തിപ്പിടിക്കുന്ന ആ ഒരു സീൻ എന്ന് പറയുന്നത്. അപ്പോൾ നീ വിളിക്ക്, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ പറയാം നീ വന്നില്ലെങ്കിലും ഞാൻ കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരും? എൻ്റെ ചാത്തന്മാർ കൊണ്ടുവരും. ഹീ വിൽ കം എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതർവൈസ് എന്ന് പറഞ്ഞ രീതിയിലാണ് ആ ടീസർ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ലോക ചാപ്റ്റർ 1 വളരെ ഭംഗിയായിട്ട് തിയേറ്ററുകളിൽ ഇപ്പോഴും നന്നായിട്ട് ഇതിന് കോടികൾ റെക്കോർഡല്ലേ 300 crores ഒക്കെ പിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് വളരുന്ന ഒരു ഒരു ഇമാജിനേഷൻ നമുക്കൊക്കെ ഇപ്പോൾ തന്നെ ആ എന്തായിരിക്കും വരാൻ പോകുന്ന ഒരു ക്യൂരിയോസിറ്റി, ഒരു ആങ്സൈറ്റി ഒക്കെ എല്ലാവരും മനസ്സിലേക്ക് തന്നിട്ട് ടീസർ പോയിരിക്കുകയാണ്. എന്തായാലും ഒരു ചാത്തനുള്ള കഥാപാത്രം ഒരു കോമഡി മിക്സ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും നല്ല ഫൈറ്റും എല്ലാം വരുന്ന അതായത് ഇതിനകത്ത് മൂത്തോനെ എന്നെയാണ് നോട്ടുന്നതിന് മൂത്തോനും ഉണ്ടാവാം. അപ്പോൾ മൊത്തത്തിൽ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.